ഹായ് നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഫാമാണ്. പത്തനംതിട്ട സിറ്റിയിൽ 7 ഏക്കറോളം വരുന്ന ഒരു ഫാം, ഒരു ഏദൻ തോട്ടം. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം. കാരണം പല രീതിയിൽ പാചകം ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ളൊരു പാചകം. പക്ഷേ വെളിയിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം. എങ്കിലും നമുക്കിത് ചോദിക്കാം. സാറേ, സാധാരണ ഗ്രില്ല് ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടുള്ളത് സാധാരണ കനൽ വെച്ചിട്ട് മുകളിൽ ഗ്രില്ല് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതെൻ്റെ ഇതിൽ നമ്മുടെ പ്രേക്ഷകർ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഇതിൽ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ സാറിന് എവിടെ നിന്ന് കിട്ടിയതാണ്? ശരിയാണ്, ഇത് എങ്ങും കാണാൻ സാധ്യത കാണുകയില്ല. കാരണം ഇത് എൻ്റേതായ ഒരു ഐഡിയ ആണ്. കാരണം ഇത് സാധാരണ അടുപ്പ് അതിനകത്ത് നമ്മൾ കനലിട്ട് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മണ്ടേ ഗ്രില്ല് വെച്ചാണ് സാധാരണ ചെയ്യുന്നത്. ഇത് പിന്നെ ഇതും നമ്മൾ മണ്ടേ വെച്ച് ഇങ്ങനെ അടയ്ക്കുമ്പം ഇത് നമ്മുടെ ഈ മീനിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ചിക്കൻ്റെ ആണെങ്കിലോ ഉള്ളു ശരിക്ക് വേകാൻ പറ്റും. അല്ല എങ്കിൽ മറ്റേ ഗ്രില്ലിൽ കിടന്ന് ഇതിൻ്റെ വെളിവശം മൊത്തം അങ്ങ് കരിയും. കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉള്ളു നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ആരോമയിൽ കിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഉള്ളു ശരി കറക്റ്റായിട്ട് വെന്തും കിട്ടില്ല. നമ്മൾ ഈ അടച്ച് വെച്ച് വേവിക്കുന്ന രീതി. ഗ്രില്ല് ചിക്കനാണെങ്കിൽ അതിൻ്റെ ഒരു പുകയുടെ ഒരു മണം വേണം. പുകയുടെ ആ മണം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതാണെങ്കിൽ കറക്റ്റായിട്ട് ആ പുകയുടെ മണം നമുക്ക് കിട്ടും. അതുപോലെ ഇത് ഫുള്ള് സ്റ്റീൽ തന്നെ അല്ലയോ? അതെ. സ്റ്റീൽ. ഇതിന് താഴെ ഇരുമ്പ്. ഏകദേശം എത്ര നാളായി ഇത് ഉണ്ടാക്കിയത്? ഇത് ഏകദേശം 1 വർഷമായി. ഞാനിത് മിക്കവാറും ആഴ്ചയിൽ ഞാനിത് സമയം കിട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് തന്നെ മീനുണ്ടല്ലോ, പല വെറൈറ്റി മീൻ. പത്തനംതിട്ടയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വെറൈറ്റി നല്ല മീനുള്ള ഒരു സ്ഥലമാണ് ഈ ഫാം. നമുക്കത് വന്ന് കണ്ടപ്പോൾ വലിയ അത്ഭുതമാണ്. പക്ഷേ ഇത് രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എത്ര ടൈം, മറ്റേതിനെ കൂട്ടി കൂടുതൽ സമയം വേണോ അതോ അത്രയും സമയം വേണ്ട. ഉള്ളു വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. അതായത് ആ വെളിവശം ഒന്ന് മുരിഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയി. മറ്റേന്ന് പറയുമ്പം നമുക്കാണെങ്കിൽ വെന്തോ എന്ന് അറിയാൻ പറ്റത്തില്ല. ഉള്ളു പെട്ടെന്ന് വെളിവശം കരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും വെന്തെന്ന്. പക്ഷേ അതിൻ്റെതായ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. നോക്കണം, നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ഏതൊക്കെ വെറൈറ്റി രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങളിലുള്ള എല്ലാ വീഡിയോസും കണ്ട് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പുതിയ സാധനം നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രീതി മൊത്തം ഫുള്ള് നമുക്കിത് ഇതിനെ കഴിക്കാൻ പറ്റുന്ന ഭാഗമാക്കി എടുക്കാവുന്ന എങ്ങനെയാണെന്ന് വരെ ഈ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റെഡ് ബെല്ലി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ അടിവശം വയറുഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്, ചുമന്നിരിക്കുന്നതുകൊണ്ട്. ഇതിൻ്റെ ആക്ച്വൽ മറ്റേ പേരെന്ന് പറഞ്ഞാൽ നട്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, ഇത് പിരാന വംശത്തിൽപ്പെട്ടതാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ പല്ലുകൾ കണ്ടോ,
ഉണ്ടോ? പിരാനയുടെ വർഗത്തിൽപ്പെട്ട സാധനമാണ്. ഈ ചുമന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ റെഡ് ബെല്ലി എന്ന് പറയുന്നത്. ബെല്ലി റെഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട്. പക്ഷെ കറക്റ്റ് ആവൂലിയുടെ കൂട്ട് തന്നെ ആവൂലിയുടെ കൂട്ട് നല്ല ഇത്. നമ്മുടെ ഈ മീനെ കണ്ടല്ലോ, നല്ല സൂപ്പർ സൗന്ദര്യം. ഇത് നോക്കുക, റെഡ് കണ്ടോ? ഇതിനെ നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യുക. അതിൻ്റെയും കൂടെ ആ വീഡിയോയും കൂടെ നമുക്ക് കാണാം. ഇതിനെ ഗ്രില്ല് ചെയ്യുന്നത് ഒരു ശകലം പോലും വിഷമില്ലാത്ത നല്ല സ്റ്റൈൽ മീൻ, കാണാനും നല്ല സൗന്ദര്യമുള്ള മീനെ നമുക്ക് നല്ല ചെതുമ്പലുള്ള മീനാണ്. ചെതുമ്പലുള്ള മീൻ. നമ്മളിപ്പോൾ പിടിച്ച ജീവനോടുള്ള മീൻ, അത് ഫ്രഷ് നമുക്കിപ്പോൾ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം അതെല്ലാം വെട്ടി, അതിൻ്റെ ചെതുമ്പലം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ചെറിയ ചെതുമ്പല, ചെറിയ ചെതുമ്പല. ഇതിലൂടെ കുളത്തിൽ ചെന്ന് നമുക്ക് ഇത് ചൂണ്ടയിടാം. നിങ്ങൾ ചൂണ്ടയിട്ട് എത്ര വേണേൽ പിടിച്ചു അത്രയും തൂക്കി അങ്ങ് കൊടുക്കും. ജീവൻ ചെയ്യും. നമ്മുടെ ചേട്ടൻ നമ്മുടെ മീനെല്ലാം വെട്ടി ഫ്രഷ് ആക്കിയതിന് ശേഷം ഇങ്ങനെ വരിയുന്നുണ്ട് ചെറുതായിട്ട്. രണ്ട് സൈഡും വരിഞ്ഞ് മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടി. ഇത് നമ്മുടെ മസാല കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മുളകും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മസാല കൂട്ട് പോലെ തന്നെ, പക്ഷേ ഈ മസാലയ്ക്കൊരു സ്പെഷ്യൽ ഉണ്ട്. അത് ഇവിടുത്തെ ചേട്ടന് മാത്രം അറിയാവുന്ന ഒരു കൂട്ടാണ് ഈ മസാലക്കൂട്ട്. അത് ഇവരുടെ കാറ്ററിങ്ങിൻ്റെയൊക്കെ ഒരു പ്രത്യേക രഹസ്യ കൂട്ടുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. കഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ടേസ്റ്റ് വന്നത്. അപ്പം ഉള്ളിലൊക്കെ നല്ല വൃത്തിക്ക് തേക്കണം, എങ്കിലേ മസാല ഉള്ളിലോട്ട് അകത്തൊക്കെ ഇറങ്ങി വേണം പോകാൻ. നമ്മുടെ മസാലയൊക്കെ പുരട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് കയറ്റാം. അപ്പോൾ അതൊരു നല്ല വിശേഷം തന്നെയാണ് ഗ്രില്ലിലേക്ക്. അത് വെറൈറ്റി ഗ്രില്ലാണ്, അത് നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ രാവിലെ മീൻ പിടിച്ചത് കണ്ടല്ലോ. നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ മീൻ പിടിച്ചത് നമ്മളെല്ലാം മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുക. ഏകദേശം നമ്മളിപ്പോൾ വെച്ചത് എത്ര സമയം എടുക്കും? ഏറ്റവും കുറഞ്ഞത് കറക്റ്റ് പറയണ്ട എങ്കിലും 2-3 പ്രാവശ്യമായിട്ട് ഇത് കാര്യങ്ങൾ തിരിച്ചു മറിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തെ ഏകദേശം ഇതിൻ്റെ ആദ്യത്തെ ആ കോട്ടിങ്ങിലുള്ള വെള്ളം അങ്ങ് പറ്റും. പറ്റി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇച്ചിരി ബട്ടറോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണയോ തേച്ച് കൊടുക്കണം. എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം തിരിച്ച് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും മാക്സിമം ഒരു 15 മിനിറ്റ്. അതെ, അല്ലയോ? ലാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വെക്കേണ്ട കാര്യമില്ല. വെള്ളം പറ്റിച്ചിങ്ങ് എടുത്താൽ മതി. ഓക്കെ.
നിങ്ങളെല്ലാവരും കണ്ടല്ലോ, സാമച്ചായൻ്റെ ഫിഷ് ഫാമിൽ നിന്ന് നല്ല പിടയ്ക്കുന്ന മീനെടുത്ത് ഞങ്ങൾ പിടിച്ച് തത്സമയം അത് ഗ്രില്ല് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ മകനാണ് സ്മിബു, അദ്ദേഹം ഗ്രില്ല് ചെയ്ത് അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത ഇത് ഗ്രില്ലിംഗ് മെഷീനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഗ്രില്ല് ചെയ്തത്. ഗംഭീരമാണോ ഇല്ലയോ നോക്കാൻ, കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. ഏതായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഇത് പിടയ്ക്കുന്ന മീനെ ഇപ്പം ഇത് ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. ഓ എന്നാ ടേസ്റ്റാണെന്നറിയാം, ഗംഭീരമായിരിക്കുന്നു, അടിപൊളി. താങ്ക് യു വെരി മച്ച്. ഗംഭീരമായിരിക്കുന്നു, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല രസമുള്ള ഗംഭീരമായ മീൻ. നല്ല കരിയാപ്പലയുടെ മണം. അതെ, താങ്ക് യു വെരി മച്ച്. മണമുണ്ട്. സാധാരണ നമ്മളിതുപോലെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പം ഒരു പുകയുടെ ഒരു മണം ഉണ്ടാവത്തില്ല, കൃത്യമായിട്ട് നല്ല ആണ്, പുകയുടെ നല്ല മണമുണ്ട്. സ്മോക്ക്ഡ്, നല്ല സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത ഒരു മീൻ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് സാറേ? കൊതി ഊറുന്നു അല്ലയോ? വായിൽ കൊതി ഊറുന്നു. ഇത് പത്തനംതിട്ടക്കാർക്കെല്ലാം അറിയാം, പത്തനംതിട്ട ജില്ലയിൽ എല്ലാവർക്കും അറിയാം സാം കേറ്ററിങ്ങിൻ്റെ മഹിമ. കാര്യം സാം കേറ്ററിങ്ങിൻ്റെ ഫുഡ് കഴിച്ചവർക്കെല്ലാം അറിയാം, നാവിൽ വെള്ളമൂറുന്ന തരത്തിലുള്ള അത്ര പാചക മഹിമയുള്ള പാചകമാണ്. 40 വർഷമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഒറ്റ കേറ്ററിങ്ങിൻ്റെ പേര് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാം കേറ്ററിങ്ങിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും ആതിഥ്യ മര്യാദയോടുകൂടി ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് ഇവിടെ നിന്ന് ഇതെല്ലാം പാചകം ചെയ്ത് എന്ത് ഗംഭീരമാക്കിയെന്നറിയോ? തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ സാം ഫാം ഒന്ന് കാണണം, അത്ര രസമാണ്. കടലിൽ ഇത്രയും മീനുണ്ടോ? ശരിക്കും പറഞ്ഞാലേ ആ മീൻ ഫാം തന്നെ നല്ല ഒഴുക്ക് വെള്ളമൊക്കെ വന്ന് ഈ മീൻ ഫാമിലോട്ട് വന്ന ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെ. ആ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വ്യത്യസ്തമാണ്. നല്ല പിടയ്ക്കുന്ന മീൻ, നല്ല പിടയ്ക്കുന്ന നല്ല രസ്യൻ. നമ്മൾ ഈ കടൽ മീനൊന്നും കഴിക്കത്തില്ല. പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യാതൊരുവിധ വിഷാംശങ്ങളോ ഒന്നും ചേരാത്ത ഏറ്റവും നല്ല രീതിയിൽ വളർത്തുന്ന മീനെ അവിടെ നിന്ന് തന്നെ പിടിച്ചെടുത്ത് നിങ്ങളെല്ലാം കണ്ടല്ലോ. അത്രയും കൊതി ഊറുന്ന വിഭവമാണ് ഞങ്ങൾക്ക് തന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സാം കേറ്ററിങ്ങിൻ്റെ സാം ഫാമിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാനുണ്ട്, ശിലാസന്തോഷുണ്ട്, അതുപോലെ ക്യാമറാമാൻ മനുലാലുണ്ട്, അതുപോലെ സാമച്ചായനും സ്മിബുവും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ പത്തനംതിട്ടയിൽ ഇത്രയും രസകരമായിട്ട് വളരെ കൂളായിട്ടുള്ള സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ല ഗംഭീരമായൊരു ഏരിയയാണ്. ഒരുപാട് വൃക്ഷലതാദികൾ നിൽക്കുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള മരമായ ഊത് മരമുള്ള ഇവിടേക്ക് ഞങ്ങളെ എത്തിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജോയിച്ചായനാണ്. ജോയിച്ചായൻ്റെ ബന്ധു കൂടിയാണ് സാമച്ചായൻ. ഏതായാലും സാമച്ചായൻ്റെ സ്റ്റാഫുകൾക്കും എല്ലാം പ്രത്യേകമായി ഗ്രീൻ ആർട്ട് വിഷൻ്റെ പ്രത്യേകമായി നന്ദി. അപ്പോൾ അടൂരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചപ്പോൾ തന്നെ പലരും പറഞ്ഞു സാം കേറ്ററിങ്സിലോട്ടാണോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിഭവ മഹിമ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടക്കാർക്കെല്ലാം അറിയാം. പ്രധാനപ്പെട്ട ഏത് മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും റിസപ്ഷൻ ഉണ്ടെങ്കിലും അവിടെ സാം കേറ്ററിങ്സിൻ്റെ പാചകമാണ്. ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഇന്ന് അതൊന്ന് രുചിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഫിഷിനെയൊക്കെ പിടിച്ച് ഏറ്റവും രസകരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ സ്മിബു പാചകം ചെയ്തു തന്നത്. അത്ര രസകരമായിരുന്നു. ഇനി ഞങ്ങൾ ഇതെല്ലാം കഴിച്ച് തീർത്തിട്ടേ പോകത്തുള്ളൂ കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശിലാസന്തോഷുണ്ട്, നിരഞ്ജനുണ്ട്, ജോയിച്ചാനുണ്ട്. അപ്പോൾ പാചകം ചെയ്തു തന്ന സാമച്ചായൻ്റെ മകനും പ്രത്യേകം നന്ദി. ഞങ്ങൾ വീണ്ടും ഇവിടോട്ട് വരും. ഓക്കെ, വരണം. ബൈ ഫോർ നൗ. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം സാം കേറ്ററിങ്സ്. കഴിച്ച ടേസ്റ്റ് ഞങ്ങൾക്കറിയാം, നാവിൽ നിങ്ങൾക്കും അതിന് രുചി ഉണ്ടാവും. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണാൻ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ കയറുക. ക്യാമറമാൻ മനുലാലിനോടൊപ്പം ശിലാസന്തോഷ്.